വ്ളോഗാണ്. എൻ്റെ ഒപ്പം അജയ് ചേട്ടനുണ്ട്. അജയ് ചേട്ടൻ കണ്ട് നോക്കൂ. ഈ വിസ്മയും എൻ്റെ ഒപ്പം വരാമെന്ന് പറഞ്ഞതാണ്. പക്ഷെ വിസ ചേഞ്ചിങ്ങിന് പോയിട്ട് അവൾ ഒമാനിയിൽ പെട്ട് കിടക്കുകയാണ്. അപ്പോൾ എൻ്റെ ഒപ്പം അജയ് ചേട്ടൻ മാത്രമുള്ളൂ. 10 മണിക്ക് പോകാമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഞാൻ ഇത്തിരി ലേറ്റ് ആയിക്കൊണ്ട് എനിക്കൊന്നും അധികം മേക്കപ്പ് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അതിൻ്റെ ഒരു വിഷമത്തിലിരിക്കുകയാണെങ്കിൽ പക്ഷെ കുഴപ്പമില്ല. പിന്നെ എല്ലാവർക്കും, എനിക്കും അജയ് ചേട്ടനും ഞങ്ങൾ സാധാരണ നേരത്തെ എനിക്കാറില്ല. അപ്പോൾ ഇതിപ്പോൾ നേരത്തെ എനിക്ക് പോകണ എൻ്റെ ഒരു ഉറക്കമൊക്കെ ഉണ്ട്. മുഖമൊക്കെ വീർത്തിരിക്കുകയാണ് രണ്ടാളുടെയും. അപ്പോൾ അവിടെ എത്തട്ടെ. ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്, കാറിലാണ്. അങ്ങനെ നമ്മൾ കുവൈത്താത്ത ലുലുവിലെത്തി. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ പർച്ചേസിങ് ഒക്കെ ചെയ്യണം കേട്ടോ. ഹലോ, അമ്മയ്ക്ക് ഞാനൊരു ഫോൺ എടുക്കാമെന്ന് വിചാരിച്ചു. കുറേ ആഗ്രഹിക്കുന്നു. ഇവരൊക്കെ വന്നിട്ട് സെലക്ട് തന്നിട്ടുണ്ട്. എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു കേട്ടോ അമ്മയ്ക്ക് ഫോൺ എടുത്ത് കൊടുക്കണമെന്ന്. ഞാൻ ക്യാഷ് അയച്ചു കൊടുത്തിട്ട് മേടിക്കാൻ പറഞ്ഞാൽ മേടിക്കില്ല. അപ്പോൾ പിന്നെ നാട്ടിൽ പോകുമ്പോൾ എന്തായാലും മേടിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കുറച്ച് മിഠായികളും മേടിച്ചു കേട്ടോ. എന്നും വിളിക്കുമ്പോൾ ഒരു സൗകര്യം തരില്ല. മാം ആ റിമോട്ട് കാർ ഇട്ടാ റിമോട്ട് കാറെന്ന്. അപ്പോൾ അതില്ലാണ്ട് എനിക്ക് വീട്ടിലേക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ നോക്കട്ടെ. അങ്ങനെ ഞാനൊട്ടിന് ഈ കാറ് മേടിക്കാൻ വിചാരിച്ചു കേട്ടോ. അവനെ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കണു. അപ്പോൾ ഇത് നമ്മൾ മേടിച്ചു. പിന്നെ അങ്ങോട്ടുള്ള പർച്ചേസിംഗ് ഒന്നും ഞാൻ വീഡിയോ എടുത്തില്ല. ചേച്ചിയുടെ ഒരു മെസ്സേജ് വന്നു, അച്ഛമ്മ മരിച്ചു എന്ന് പറഞ്ഞിട്ട്. പിന്നെ എനിക്കാകെ എൻ്റെ മൈൻഡ് പോയിട്ടിരിക്കുമായിരുന്നു. അപ്പോൾ പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ തോന്നിയില്ല. ഹലോ ഗൈസ്, ഞങ്ങൾ നാളെ പോവാണ്. യൂട്യൂബാണ് ഞങ്ങൾ പ്രൊഫഷണലിലേക്ക് മാറാൻ പോവാണ്. സോ നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മൾ ചാനലിൻ്റെ അടിയിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും. വിസ്മയ തോട്ട്സ്, സൂര്യ, സുനിൽകുമാർ, അജയ് രാജ് സിറ്റി. പിന്നെ ഒരാളുണ്ട് ഓൾവേസ് മനു. He's the one of the best. അജയ് തരംഗ് വിടുവാണ്. അതല്ല യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറയും. കണ്ടോ, 150 പറഞ്ഞ സാധനം സബ്സ്ക്രൈബ് ചെയ്യുക. ഓൾവേസ് മനു, വിസ്മയ തോട്ട്സ്, അജയ് രാജ് സിറ്റി 2000 ഒക്കെ കാണിക്കുക. വിസ്മയ കൂടുതല് പറയണേക്ക്. അപ്പൊ നാളെ ഞാൻ നാട്ടിൽ പോവാണ്. താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് എന്നെ കുറിച്ചിട്ട്? ഫോണിൽ വിഷമമുണ്ടോ? അല്ല, ഫോണിൽ വിഷമം വരുമ്പത്തെ കാര്യം. പിന്നെ പോകുമ്പോ വിഷമുണ്ട്. പക്ഷെ എന്താ ചെയ്യാ, പോയി പോയി സെറ്റാക്കി വാ. പറയുമ്പോ കരയാനെന്താ ഇലക്ട്രിക്കലാ. പക്ഷെ ഞാൻ പോവാന്ന് അറിഞ്ഞപ്പോ അജയ് ചേട്ടന് വിഷമായിട്ടോ. കാരണം ഇവിടുത്തെ എനിക്ക് ഏറ്റവും, ഞാൻ പറയട്ടെ, ഇവിടെ കിട്ടിയതിൽ എനിക്ക് കുറച്ച് ആൾക്കാരിൽ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു ചേട്ടനാണ് അജയ് ചേട്ടൻ. അപ്പൊ അജയ് ചേട്ടൻ നൈസായിട്ട് വിഷമൊക്കെ ആയി. ഇപ്പൊ പോകുമ്പോ കരയണം. പക്ഷെ ഞാൻ പുലർച്ചെ പുണോടി വരണമൊന്നും കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഉറങ്ങാവൂല. അപ്പൊ ഇനി അടുത്തത് പരിചയപ്പെടാനുള്ളത് എന്റെ എല്ലാം അല്ലേ വിസ്മയാണ്. അപ്പൊ എന്തുവാടി കണ്ണു അത് ഞാനൊരു കാര്യം പറയട്ടെ. ഞങ്ങൾ ഫസ്റ്റ് വന്നപ്പോ ഇവള് ഇവിടുത്തെ റിസപ്ഷനിസ്റ്റ് ആണേ. വന്നപ്പോ എന്നെ ഒരു മാസം മൈൻഡേ ചെയ്തില്ല. ഇല്ലല്ലോ, ഞങ്ങൾ രണ്ടാളും ജാടിട്ട് നിൽക്കായിരുന്നു. അതിന് ശേഷം എനിക്ക് നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ടിനെ കിട്ടി. മിസ് ചെയ്യും. ഒരു മാസം പോയിട്ടൊക്കെ പെട്ടെന്ന് തിരിച്ചാ. കരയരുതിട്ടാ. ഇല്ല, കൊണ്ടാക്കാൻ വരുന്നില്ല അല്ലേ? വരും. പുലർച്ചെ പോണ്. രാവിലെ ആണോ? 5 മണിയാകുമ്പോ പോകും. നോക്കാൻ വിളിച്ചാൽ തന്നെയല്ലേ. അപ്പോൾ മിസ് യു ടു ഒരു മന. അങ്ങനെ ഞാൻ ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ടിരിക്കുന്ന സമയത്ത് ഒരു റീൽ എടുക്കാമെന്ന് വിചാരിച്ചു. ഒട്ടും പ്ലാനഡ് ആയിരുന്നില്ല കേട്ടോ. അപ്പം പഠിച്ചിട്ട് അപ്പം എടുത്തതാണ്. അങ്ങനെ നമ്മൾ വീഡിയോ ഒക്കെ എടുത്തു. ഞാനിങ്ങനെ പോവാണ്. എൻ്റെ പെട്ടിലൊക്കെ ഞാൻ പാക്ക് ചെയ്തു. ഇന്നലെ ഞാൻ ഉറങ്ങി തന്നെ 2 മണിക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ നാട്ടിൽ പോവാണ്. ഇവിടെ നിന്ന് 5:30 ഇറങ്ങും. ലേറ്റില്ല.
അവിടെ ദുബായിൽ 9:55 ഫ്ലൈറ്റ്. കുറേ വ്ളോഗൊന്നും എടുക്കാൻ പറ്റില്ല, കാരണം കുറച്ച് വിഷമങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ്. റൂമിത്തെ ചേച്ചി ഭയങ്കര കരച്ചിലാണ്. ഞാനൊരു 1 മന്തിൻ്റെ ലീവിന് പോകുന്നതാണെങ്കിലും, കാരണം റൂമിൽ ഞാനും ചേച്ചിയും ഒറ്റയ്ക്കല്ലേ, അപ്പം ഞാൻ പോയാൽ ചേച്ചി ഒറ്റയ്ക്കല്ലേ, ചേച്ചിക്ക് നല്ല വിഷമമുണ്ട്. അപ്പം ഇതിന് ഒഴിക്കട്ടെ, പോയിട്ട് ചായ ഫുൾ കുടിക്കാൻ പറ്റണില്ല. പോകുന്നതിന് മുന്നേ ചേട്ടന്മാർ ദോശയും ചട്നിയും വെച്ച് തന്നേക്കുന്നു. സൂപ്പർ. വിഷമാണോ? കരയോ? ഗൈസ്, ഞാൻ പോകുന്നോണ്ട് ഇവര് എനിക്ക് ഫ്ലവർ ഒക്കെ മേടിച്ച് തന്നു. അല്ലേ ഞങ്ങളുടെ സൂര്യ ഞങ്ങളെ വിട്ട് പിരിയുകയാണ് ഒരു മാസത്തേക്ക്. അങ്ങനെ ഞാൻ എയർപോർട്ടിൽ എത്താറായിട്ടോ. എനിക്ക് പോണേൻ്റെ ഭയങ്കര സന്തോഷമുണ്ട്, ആ സമയം തന്നെ എനിക്ക് ടെൻഷനുണ്ട്. അത് എന്തിനാണെന്നറിയില്ല, ഞാൻ ഇങ്ങനെ ചിരിച്ചിരിക്കണമെന്നുള്ളൂ. ഗൈസ്, അപ്പം ഞാൻ പോയിട്ട് വരാം. പ്രശാന്തേട്ടാ, ടാറ്റാ. എല്ലാവരോടും ബൈ പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ ചെക്ക് ഇൻ ചെയ്യാൻ പോയിട്ടോ. ചെക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞ ശേഷം വിസ്മയ്ക്ക് ടാറ്റൊക്കെ കൊടുത്തിട്ട് ഞാൻ ഗേറ്റിൻ്റെ അവിടെ പോയിരുന്നു. കുറച്ച് നേരം പോസ്റ്റ് ആയിരുന്നു. നമുക്ക് 9:55 ഫ്ലൈറ്റ്, പക്ഷെ 9:55 നമ്മളെ അവിടുന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നില്ല. 10:15 ശേഷമാണ് കേട്ടോ നമുക്ക് കൊച്ചിക്ക് പോകേണ്ടവരെന്നൊക്കെ വിളിച്ചത്. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിൽ കയറാൻ പോവാണ്. എയർ ഇന്ത്യയിൽ തന്നെയാണ് വരുമ്പോഴും പോകുമ്പോഴും പോണത്. വരുമ്പോൾ ഞാൻ നൈറ്റാണ് വന്നത്, അപ്പം നൈറ്റ് വ്യൂ ഒക്കെ കാണാൻ പറ്റി. അങ്ങനെ അധികം കാണാൻ പറ്റില്ല, ഞാൻ കിടന്നുറങ്ങാറുണ്ട് ചെയ്തത്. തിരിച്ചു പോകുമ്പോൾ ഇനി രാവിലത്തെ വ്യൂ ഒക്കെ കാണാം. എനിക്കിങ്ങനെ മേഘത്തിൻ്റെ അത് കൂടെ ഒക്കെ പോണത് കാണാൻ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. അങ്ങനെ ഞാൻ കൊച്ചി എയർപോർട്ടിലെത്തി. നമ്മുടെ ഈ ഫ്ലൈറ്റിൽ നിന്നുള്ള വ്യൂ ഉണ്ടല്ലോ, ഈ പച്ചപ്പ് എന്ന് പറഞ്ഞത് കാണുമ്പോൾ ഹാർട്ട് ഇങ്ങനെ, എനിക്കതെങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതെന്ന് അറിയില്ല, ഭയങ്കര വല്ലാത്തൊരു ഫീലാണ് നമ്മുടെ നാട്ടിലെത്തി എന്നുള്ളതൊക്കെ. അങ്ങനെ ഞാൻ ലഗേജൊക്കെ എടുത്തിട്ട് തിരിച്ച് പുറത്തേക്ക് കിടക്കുകയാണ്. അപ്പോൾ അവിടെ അമ്മയും ചേച്ചിയും ചേട്ടനും ഉണ്ണയൊക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ അവരുടെ അടുത്തേക്ക് പോവാണ്. ഭയങ്കര സന്തോഷമായിട്ടാണ് ഞാൻ പോണത് കേട്ടോ. ഞാനും ഒരുമിച്ച് മാച്ച്. അవ్వా സൂര്യമോ എന്താ ചെയ്യാ, മാമിങ് പോലും വണ്ടി എവിടെയാ? ചേച്ചിനെ കണ്ട് അമ്മ ഒരു സന്തോഷം കൊണ്ടല്ലേ നമ്മുടെ സ്വത്ത്, നമ്മുടെ പൊന്ന് കുങ്കുറുമണി ആരാ? ഞാനും ആരാ? നമ്മുടെ സ്വത്ത് പിടി ആരാ? നമ്മളെ മിസ് ചെയ്താ ശരിക്കോ? നിനക്ക് റിമോട്ട് കാറല്ലേടാ മിസ് ചെയ്തത്? കളറാ? അപ്പോഴും കളറാ? മാമേനല്ല, ആനേനെയാണോ മിസ് ചെയ്തത്? മാമേനെയാണോ മിസ് ചെയ്തത്? സംഭവിച്ചത്. ഇനി എന്നാ
നാട്ടിലെത്തി ഗായ്സ്. അമ്മേനെ കണ്ട് എന്താടാ ഇതിന്റെ പേര്? പുളിഞ്ചി. പുളിഞ്ചി. അച്ഛനെ ഞാൻ വീട്ടിൽ വന്നിട്ടാണ് കാണുന്നത്. അച്ഛൻ എയർപോർട്ടിലേക്ക് വിളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നില്ല. വെറുതെ ഒരു ദിവസത്തെ പണി കളയണ്ടെന്ന് ഞാൻ എന്നെ പറഞ്ഞിട്ടാണ് എയർപോർട്ടിലേക്ക് വരാഞ്ഞത്. പിന്നെ ഞാനുട്ടൻ വീട്ടിലേക്ക് എത്താൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു, അവന് റിമോട്ട് കാർ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ അപ്പം തന്നെ പെട്ടിയൊക്കെ പൊട്ടിച്ചു, റിമോട്ട് കാർ കൊടുത്തു, അമ്മയ്ക്കൊരു ഫോൺ മേടിച്ചു കൊടുത്തു. അതെൻ്റെ കുറേ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു. പിന്നെ ചേച്ചിക്കും ചേട്ടനും വാച്ചൊക്കെ മേടിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. അച്ഛനൊരു വാച്ച് മേടിച്ചു. പിന്നെ ഞാൻ അധികം സാധനങ്ങളൊന്നും മേടിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നില്ല, മിഠായി മാത്രമായിരുന്നു. പെട്ടെന്ന് വന്നതായതുകൊണ്ട് അധികം ഒന്നും പർച്ചേസ് ചെയ്യാനും പറ്റിയില്ല. അപ്പോൾ വീഡിയോ ഇന്നലെ വൈൻഡപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് ക്ലിപ്സൊക്കെയാണ് ആഡ് ചെയ്തേക്കണത്. ഞാൻ കുറേ മുന്നെടുത്ത് വെച്ചതൊക്കെ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്, കാരണം എടുത്തു വെച്ചതല്ലേ വിചാരിച്ചിട്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കണം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുക വെച്ചെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ.